ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പുനരുദ്ധാന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണല്ലോ. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സമാധാനവും ശാന്തിയും ദൈവം നിങ്ങളിൽ സമൃദ്ധമായി വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പുനരുദ്ധാനത്തിൻ്റെ ചില ചിന്തകളും ധ്യാനങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമാണല്ലോ നാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്കെടുക്കാം. പ്രഥമമായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ യേശുവിനെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകളെല്ലാം പുലർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് പീഠാസഹനം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ക്രിസ്തു കടന്നു വരികയും ഗത്സമനയിൽ വെച്ച് ക്രിസ്തു പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. ഗത്സമനയിൽ പിടിക്കപ്പെട്ട ആ ക്രിസ്തുവിനെ കുറിച്ച് ഈ അപ്പോസ്തോലന്മാരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഇവരുടെ പിടിക്ക് വഴങ്ങിയത് എന്നുള്ള സംശയമായിരിക്കാം ഒരു പക്ഷേ. അതോടൊപ്പം തന്നെ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ ഓരോ നിമിഷവും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ പിടിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ക്രിസ്തു വളരെ അത്ഭുതകരമായി പുറത്തു വരുമെന്ന്. ഗത്സമനെ പൂന്തോട്ടത്തിൽ വെച്ച് പത്രോസ് വാളെടുത്ത് ഭൃത്യന്റെ കാത് വെട്ടുമ്പോഴൊക്കെ അവിടെ പത്രോസിനെ അത്ഭുതകരമായി സംരക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോ ഒരു ചിന്തയോ പത്രോസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ടാണ് യഹൂദ ഭടന്മാരോട് ഇത്ര ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പത്രോസ് തയ്യാറായത്. പക്ഷെ പിന്നീട് നമുക്കറിയാം, വെറും ബാല്യക്കാരത്തിയുടെ മുൻപിൽ പത്രോസ് ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് തള്ളി പറയുന്നുണ്ട്. അവിടെ പത്രോസിൻ്റെ ആ ധൈര്യം ചോർന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പിടിക്കാൻ വന്ന യഹൂദ ഭടന്മാരുടെ മുന്നിൽ വാളെടുക്കാൻ ധൈര്യം കാണിച്ച പത്രോസ് അവിടെ സാധാരണക്കാരിയായ ബാല്യക്കാരത്തിയുടെ മുൻപിൽ തളർന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വാളെടുക്കുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ക്രിസ്തു വരുമെന്ന്. പക്ഷേ ഇവിടെ ക്രിസ്തു പത്രോസിനെ ശാസിക്കുന്നതാണ് കാണുന്നത്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നൊക്കെ പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്നത് കാണുമ്പോൾ പത്രോസിൻ്റെ മനസ്സ് തളർന്നുപോയി. അപ്പോൾ പത്രോസ് പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു, ശിഷ്യന്മാർ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു, ഈ പീഠാസഹനത്തിൻ്റെ നാളുകളിൽ ക്രിസ്തു അവിടെ നിന്ന് അത്ഭുതകരമായി സ്വതന്ത്രനായി കടന്നു വരുമെന്ന്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസ് ക്രിസ്തുവിനെ അകലം ചെന്ന് അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ അകന്ന് അനുഗമിക്കുന്നത്? ഏത് നിമിഷവും ക്രിസ്തുവിൽ നിന്നൊരു അത്ഭുതകരമായ പ്രവൃത്തി അപ്പോസ്തോലന്മാർ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു അനുഭവം, ആ പ്രതീക്ഷകളിലൂടെയൊക്കെയാണ് ഇങ്ങനെ കടന്നു ചെല്ലുന്നത്. മഹാപുരോഹിതന്റെ മുമ്പിൽ വെച്ച് യേശുവിനെ വിധിക്കുമ്പോൾ, യേശു തുടർന്ന് ചാട്ടവാറടി ഏൽക്കുമ്പോൾ, ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ആ ക്രിസ്തു അങ്ങനെ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഇവരുടെ മനസ്സ് നിരാശപ്പെട്ടു പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായ ക്രിസ്തുവിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ് നമുക്ക് യേശുവിൻ്റെ കുരിശുമരണത്തിലും ഉദ്ധാനത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കാൽവറിയിലേക്ക് കുരിശുമായി പോകുമ്പോഴും കാൽവറി ക്രൂശിൽ മരണാസന്നമായ നിലയിൽ ക്രിസ്തു കിടന്ന് പിടയുമ്പോഴും ഒക്കെ ഇവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ചില നുറുങ്ങുവെട്ടങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. കർത്താവ് എവിടെയെങ്കിലും വെച്ചൊരു അത്ഭുതം പ്രവർത്തിച്ച് പുറത്ത് കടന്നു വരുമെന്ന്. പക്ഷേ ക്രിസ്തു സ്വയം മരണത്തെ സ്വീകരിച്ചപ്പോൾ, ക്രിസ്തു മരണത്തിൻ്റെ അനുഭവത്തെ സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ആ പ്രവർത്തനം, അത്ഭുത പ്രവർത്തനം എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ആശങ്ക ഇവരുടെ മനസ്സിൽ. എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇങ്ങനെയാണ് ഭാവന കാണുക. അരിമത്യാക്കാരൻ യൗസേപ്പിന്റെ നേതൃത്വത്തിൽ യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി അത് പൊതിഞ്ഞുകെട്ടി കല്ലറയിൽ സംസ്കരിക്കുന്ന ആ സമയത്തൊക്കെ പലവട്ടം ഇവർ യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ടു നോക്കിയിട്ടുണ്ടാകാം. ഞാൻ ആ രംഗം ഇങ്ങനെ ഭാവന കാണുന്നത് ഇങ്ങനെയാണ്. യേശുവിൽ നിന്ന് അപ്പോഴും ചിലതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരം അടക്കാതെ തന്നെ ഒരുപക്ഷെ കുറച്ചു നേരം അവർ കാത്തുവെച്ച് നോക്കിയിരുന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ ശരീരം വെച്ചുകൊണ്ട് അവർ പിതാവിനോട് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. കാരണം അവിടെയൊക്കെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല.
അവസാനം അവർ സങ്കടത്തോടെ ആ കല്ലറയിൽ അടക്കിയിട്ട് കല്ലറയുടെ മുഖം കല്ല് വെച്ച് ഉരുട്ടി മൂടിയിട്ട് അതിൻ്റെ പുറത്തും ഒരുപക്ഷെ കുറച്ച് സമയം കാത്തു നിന്നിട്ടുണ്ടാകാം. ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ രാത്രിയും പിറ്റേ ദിവസവും ഒക്കെ ക്രിസ്തുവിൽ നിന്ന് യാതൊരു അത്ഭുതപരമായ പ്രതികരണങ്ങളും ഉണ്ടാകാതെയായപ്പോൾ സത്യത്തിൽ അപ്പോസ്തലന്മാരുടെ മനസ്സ് വിറങ്ങലിച്ചു പോയി. അവർ നിരാശപ്പെട്ടു പോയി. എല്ലാം അസ്തമിച്ചു എന്ന് തന്നെ അവർ കരുതി. അവർ ഉദ്ദേശിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചതിനെ ഓർത്ത് അവർ തകർന്നുപോയി. അങ്ങനെ പ്രതീക്ഷയുടെ അവസാനത്തെ ആ നൂല് പോലും അവരിൽ നിന്ന് അറ്റുപോയ സന്ദർഭത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഈ വലിയൊരു പുനരുദ്ധാനത്തിന്റെ വലിയൊരു അനുഭവം അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ വളരെ അത്ഭുതകരമായ ഒരു ശൈലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ക്രിസ്തു ഇപ്പം പ്രവർത്തിക്കും, ഇപ്പം ഇടപെടും എന്ന് കരുതി നമ്മളുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളും ചില നിയോഗങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയണം, തികച്ചും വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ഇടപെടൽ നടക്കാൻ സാധ്യതയുള്ളത്. പ്രതീക്ഷകളുടെ അവസാന നുറുങ്ങുവെട്ടം പോലും അണഞ്ഞു കഴിയുമ്പോൾ പുതിയ വെളിച്ചം പകരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? എല്ലാം തകർന്നു പോയൊരു അനുഭവത്തിലാണോ ജീവിക്കുന്നത്? ഇനിയും രക്ഷയ്ക്കൊരു സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് തളർന്നിരിക്കുന്ന എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു എന്ന് കരുതി നിൽക്കുന്ന നിങ്ങൾക്ക് പുനരുദ്ധാനത്തിന്റെ സന്ദേശം നൽകുന്നത് വലിയൊരു പ്രത്യാശയുടെ അനുഭവമാണ്. കാരണം എല്ലാം അസ്തമിച്ചു എന്ന് നീ കരുതുമ്പോഴും അസ്തമിച്ചിടത്ത് നിന്ന് പുതിയ സൂര്യനെ ജനിപ്പിക്കാനും ഉദിപ്പിക്കാനും കഴിവുള്ള ഒരു ക്രിസ്തുവാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്ന ആഴമായ ബോധ്യവും സന്ദേശവുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക. അസ്തമയത്തിൽ നിന്ന് ഉദയത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവാണ്. അസ്തമിച്ച ഒന്നിനെ പുതിയതായി ഉദിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണാൻ സാധിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് പുതിയ തിരുനാളങ്ങൾ തെളിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ്. ഒരു രക്ഷയുമില്ല എന്ന് കരുതുന്നിടത്ത് പുതിയ സൗഖ്യത്തിന്റെ വഴി തെളിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ വഴിയും അടഞ്ഞുപോയി എന്ന് കരുതുന്നിടത്ത് പുതിയ വഴി തുറക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ എല്ലാം അവസാനിച്ച അവസ്ഥയിൽ നിന്ന് പുതിയതൊന്ന് ആരംഭിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു പ്രവർത്തന ശൈലി. സഹോദരങ്ങളെ, ഇത് ബൈബിളിൽ നാം ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതാനുഭവമായിട്ട് മാറേണ്ട ഒരു അനുഭവമാണ്. എല്ലാം അവസാനിച്ചിടത്ത് നിന്ന് പുതിയതൊന്ന് തുടങ്ങുന്ന ഒരു അനുഭവം, പലതും അവസാനിപ്പിച്ച് പുതിയതൊന്ന് ആരംഭിക്കുന്ന അനുഭവം. നമുക്കറിയാം, ബൈബിളിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ആഹ്വാനം മുഴുവൻ ഇങ്ങനെയാണ്: നിന്നിലെ പഴയ മനുഷ്യൻ മരിച്ച് നിനക്കൊരു പുതിയ മനുഷ്യനെ ഞാൻ നിനക്ക് തരാം. നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പഴയ ഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരാം. അങ്ങനെ പഴയതിനെ അസ്തമിപ്പിച്ചുകൊണ്ട്, പഴയതിനെ നിരുപാധികം ഇല്ലാതെയാക്കിക്കൊണ്ട് പുതിയതൊന്നിനെ പകരുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എല്ലാം അറ്റുപോയൊരു തലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും പ്രതീക്ഷയുടെ ചില നുറുങ്ങുവെട്ടം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചില നുറുങ്ങുവെട്ടം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ ആ ഒരു അനുഭവം സ്വീകരിക്കാൻ കഴിയുന്നത് ചില സ്ത്രീകൾക്ക് മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വചനഭാഗം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭാഗത്തിന്റെ കുറച്ച് ആഴമായ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, കുറച്ച് സ്ത്രീകൾ 3-ാം ദിവസം യേശുവിന്റെ കല്ലറയ്ക്കൽ സുഗന്ധം വെക്കാനായിട്ട് കടന്നു വരികയാണ്. ഇവിടെയാണ് ക്രിസ്തുവിന്റെ അത്ഭുതപരമായ പ്രവർത്തനത്തെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് കഴിയുന്നത്. ക്രിസ്തു മരിച്ചുപോയ ക്രിസ്തുവിന്റെ അടുക്കൽ സുഗന്ധം വയ്ക്കാൻ, ആ ക്രിസ്തുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്ന യഹൂദ സ്ത്രീകൾ. ഇത് വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ്. സഹോദരങ്ങളെ, അന്ന് അവരവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ സാക്ഷികളായി അവർക്ക് മാറാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന വളരെ ആഴമായ ചില സന്ദേശമുണ്ട് ഇതിൻ്റെ അകത്ത്. മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചു എന്നും മരിച്ച ഒരാളെ കബറടക്കി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കേണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് തന്നെ നൽകുന്ന സന്ദേശമാണ്. ക്രിസ്തു തൻ്റെ തന്നെ ജീവിതത്തിലൂടെ നൽകുന്ന ഒരു സന്ദേശമാണ് ഇത്. കാരണം ആ മരിച്ച് അടക്കപ്പെട്ട അവസ്ഥയിൽ 3-ാം ദിവസം ആയപ്പോഴും ഈ സ്ത്രീകൾ ആ കുഴിക്കടവിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു പോയത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഥമ സാക്ഷികളായി മാറാൻ ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞത് എന്ന സന്ദേശം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മരിച്ചെന്നും മണ്ണടിഞ്ഞെന്നും എല്ലാം അസ്തമിച്ചെന്നും കരുതുന്ന നമ്മളുടെ ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു ചൊല്ലുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട് എന്നുള്ള ഒരു തലം നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഉയർപ്പിന്റെ സാക്ഷികളായി നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ചില ബന്ധങ്ങളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കാവുന്നതാണ്. നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ
നമുക്ക് ഏറെ വെറുപ്പുള്ളതോ ആയ ചില വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ മേഖലകൾ. നമുക്കറിയാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വളരെ വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടാകാം. വർഷങ്ങളായി സംസാരിക്കുക പോലും ചെയ്യാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷെ നിങ്ങൾക്ക് ഏറെ അപമാനം വരുത്തിയവരായിരിക്കാം. നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിയവര്, നിങ്ങളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയവര്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തിയവര്, പഠന മേഖലയിൽ നിങ്ങൾ പിന്നോട്ടാകാൻ കാരണഭൂതരായി മാറിയവര്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ഏറെ തകർച്ചകൾ സമ്മാനിച്ച ചില വ്യക്തികളോട് വർഷങ്ങളായി ഇനിയും മിണ്ടാതിരിക്കുകയല്ലേ? എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ, വീണ്ടും ആ വ്യക്തികളുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലാതിരുന്നാൽ, അവിടെ ഒരു ഉയർപ്പിന്റെ സാധ്യത നഷ്ടമാവുകയാണ് എന്നുള്ളത് തിരിച്ചറിയണം. ആ ഉയർപ്പിനെ കാണാനുള്ള നിങ്ങളുടെ ശേഷി നഷ്ടമാവുകയാണെന്ന് തിരിച്ചറിയണം. ഇവിടെ മരിച്ചുവെന്നും എല്ലാം അസ്തമിച്ചുവെന്നും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്നും കരുതിയിട്ടും ചില സ്ത്രീകൾ അവർക്ക് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിന്റെ പാരമ്യതയിൽ അവന്റെ കല്ലറയുടെ മുന്നിൽ പോകാൻ തയ്യാറായപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷികളായി മാറാനായിട്ട് സാധിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ അസ്തമിച്ച് അടക്കിയിട്ടിരിക്കുന്ന ചില പഴയ മേഖലകളിലേക്ക്, ചില പഴയ ബന്ധങ്ങളിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലാൻ കഴിയണം. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകളിൽ ഈ സന്ദേശമൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊരു ഈസ്റ്റർ ആഘോഷമാണ്, എന്തുയർപ്പിന്റെ ആഘോഷമാണ്? ഉയർപ്പിന്റെ സന്ദേശത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടും എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് മടങ്ങിച്ചെല്ലാനായിട്ട് കഴിയണം നിങ്ങളുടെ വീടുകളിലേക്ക്. പണ്ട് നിങ്ങൾ അടക്കിയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ, പണ്ട് നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന ചില ബന്ധങ്ങൾ ഇനി ഒരിക്കലും കാണില്ലെന്നും മിണ്ടില്ലെന്നും സംസാരിക്കില്ലെന്നും ഒക്കെ തീരുമാനിച്ച് നിങ്ങൾ കുഴിച്ച് അടക്കിയിട്ടിരിക്കുന്ന ബന്ധങ്ങൾ, ആ അടക്കത്തിന് മുമ്പ് വരെ നിങ്ങൾക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അവൻ വരും, എപ്പോഴെങ്കിലും അവൻ എൻ്റെ അടുത്തുനിന്ന് വരും, എന്നോടൊന്ന് ക്ഷമ ചോദിക്കും, കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ കരുതിയതാണ്. പക്ഷെ ആരും നിങ്ങളെ തേടി വന്നില്ല. അങ്ങനെ അവസാനം നിങ്ങൾ ആ വിഷയം തന്നെ കുഴിച്ചു മൂടി. എല്ലാം കുഴിച്ചു മൂടി ആ കല്ലറയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ തയ്യാറായാൽ അവിടെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമായി മാറും. അത് നിങ്ങളെ പുതിയ സുവിശേഷകരാക്കി മാറ്റുന്ന തലത്തിലേക്ക് രൂപാന്തരപ്പെടും. അതുകൊണ്ട് മടങ്ങിച്ചെല്ലാൻ കഴിയണം. പണ്ടുകാലങ്ങളിൽ കുഴിച്ചിട്ട ജീവിതാനുഭവങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയണം. അവിടെ ക്രിസ്തു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. നിങ്ങൾ അവിടെ ചെല്ലാതിരുന്നാൽ നഷ്ടമാകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉയർപ്പിന്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മരിച്ചു മണ്ണടഞ്ഞ് കുഴിച്ചിടപ്പെട്ട മേഖലകളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുക. ഇത് രണ്ട് തലത്തിൽ ഇത് നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, മരിച്ചുപോയ അടക്കപ്പെട്ട ഒരു വ്യക്തിയെ തിരിഞ്ഞു നോക്കാത്ത വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിനെ അടക്കിയെങ്കിലും വീണ്ടും ക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ ഇവർ ചെന്നതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രഥമ സാക്ഷികളായി മാറാൻ ഇവർക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്കും കടന്നു ചെല്ലാം. മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കല്ലറകളിൽ, കബറുകളിൽ നമുക്ക് ചെന്ന് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ഒരുപക്ഷെ ക്രിസ്തു നൽകുന്ന അത്ഭുതകരമായ ഉയർപ്പിന്റെ പ്രഥമ സാക്ഷികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞേക്കാം. അതുകൊണ്ട് തിരിച്ചറിയുക. രണ്ടാമതായിട്ട് ഇതിനെ ഞാൻ ബന്ധപ്പെടുത്തുന്നത് നമ്മുടെ വെറുപ്പിന്റെ മേഖലകൾ, വൈരാഗ്യത്തിന്റെ മേഖലകൾ. വർഷങ്ങളായി കുഴിച്ചിട്ടിട്ടുള്ള ഏതെങ്കിലും വെറുപ്പിന്റെ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ആരോടെങ്കിലുമുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ, ആ മേഖലയുണ്ടെങ്കിൽ ആ ഇടപ്പെട്ട കല്ലറകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണമെന്നുള്ള സന്ദേശമാണ്. അവിടെ കടന്നു ചെന്ന് നിങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ അടച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അടച്ചു വെച്ചതാണ് ആ കല്ല് ഒരു കാലത്ത്. ഇനി ഈ ബോഡി ഇനി പുറത്തു വരരുത്, ഇനി ഞാൻ ഇത് കാണരുത് എന്നുള്ള ആഗ്രഹത്തിൽ ചീഞ്ഞഴുകുന്ന ആ ശരീരത്തെ കാണാതിരിക്കാനുള്ള താല്പര്യത്തിൽ അടച്ചുവെച്ച പല പാറക്കല്ലുകളും തുറന്ന് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഉരുട്ടി മാറ്റപ്പെട്ടത് കാണാൻ സാധിക്കണമെങ്കിൽ നീ തന്നെ വീണ്ടും ആ കല്ലറയിലേക്ക് കടന്നു ചെല്ലണം. അടക്കപ്പെട്ട സാഹചര്യങ്ങളിലേക്ക്, കുഴിച്ചിടപ്പെട്ട സാഹചര്യങ്ങളിലേക്ക്. അതുകൊണ്ട് രമ്യതയുടെ ചില തലങ്ങൾ ഈ ഉയർപ്പിന്റെ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. ആ രമ്യതയുടെ ജീവിതാനുഭവം നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമാണ് അത്ഭുതകരമായ ദൈവാനുഭവത്തെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ക്രിസ്തു നൽകിയ ഈ ഉയർപ്പിന്റെ സാക്ഷ്യം, സന്ദേശം, ആവേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം കൂടെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കടന്നു ചെല്ലുകയാണ്. അപ്പോസ്തലന്മാരുടെ അടുക്കൽ കടന്നു വിരിച്ചപ്പോൾ അതവർക്കൊരു കഥ പോലെ തോന്നി എന്നുള്ളതാണ്. കാരണം അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് 24:11 എഴുതിയിരിക്കുന്നു, ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. എൻ്റെ സഹോദരങ്ങളെ, അത് യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിച്ചിടത്ത് പുതിയ ഉയർപ്പിന്റെ സന്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അതിനെ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ വരുന്നു. അതിനെ ഒരു കഥയായിട്ട് മാത്രം തോന്നുന്നു. എന്നാൽ യേശുവിന്റെ മരണത്തിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടിരുന്നതെങ്കിൽ അത് ശിഷ്യന്മാർക്കൊരു കഥയായിട്ട് തോന്നുമായിരുന്നില്ല.
കാരണം ജീവിച്ചിരിക്കുന്ന ക്രിസ്തു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അവർ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, ശരീരത്തിൽ ശ്വാസമില്ലാത്ത ഒരു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് അതിൻ്റെ അകത്തെ അടയാളം കിടക്കുന്നത്, സന്ദേശം കിടക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിന്റെ പ്രവൃത്തി തികച്ചും ബാഹ്യമായ ഭൗതികമായ ഒരു പ്രവൃത്തിയായിട്ട് വിശ്വസിച്ചവരായിരുന്നു അപ്പോസ്തലന്മാർ. ഭൗതികമായ ചില അടയാളങ്ങൾ, ചിലരെയൊക്കെ നേടാൻ വേണ്ടി, ചിലരെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനേകരെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു ചെയ്ത ചില ഭൗതികമായ പ്രവർത്തനങ്ങളായി മാത്രം ആ അടയാളങ്ങളെ കണ്ടു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ചില പ്രവൃത്തികളായി മാത്രം അവർ ആ ക്രിസ്തു പ്രവർത്തിച്ച അടയാളങ്ങളെ കണ്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അടയാളങ്ങൾ വെറും ശാരീരികമായ പ്രവർത്തനങ്ങളല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന പ്രവർത്തനങ്ങളല്ല, ക്രിസ്തുവിന്റെ ശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന പ്രവർത്തനങ്ങളല്ല, മറിച്ച് അതിലപ്പുറമായി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ, മരണത്തിനും അപ്പുറമായൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ് ക്രിസ്തുവിലൂടെ നടന്നുകൊണ്ടിരുന്നതെന്ന് തിരിച്ചറിയാൻ അതുവരെ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഉയർത്തെഴുന്നേറ്റ ശ്വാസമില്ലാത്ത ഒരു ക്രിസ്തുവിൽ നിന്ന് നടക്കുന്ന അത്ഭുതത്തിന്റെ തലത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്കത് കഥയായി തോന്നാനുണ്ടായ കാരണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം. ക്രിസ്തു എന്ന വ്യക്തി സമൂഹത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അത് തികച്ചും ഭൗതികമായൊരു പ്രവൃത്തി അല്ല ക്രിസ്തു നിർവഹിക്കുക. എനിക്ക് കർത്താവ് ചില രോഗസൗഖ്യങ്ങൾ നൽകുമ്പോൾ, ചില അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ, അത് തികച്ചും ഭൗതികമായൊരു പ്രവൃത്തിയല്ല, മറിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അത് ഈ ലോകത്തിന്റെ ചിന്തകൾക്കും അപ്പുറമായ എന്തിൽ നിന്നോ പുറത്തു വരുന്ന ചില പ്രവർത്തികളാണ്. ഇത് കണ്ടെത്താനായിട്ട് സാധിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഒത്തിരി നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? അതിന്റെ പിന്നിൽ ക്രിസ്തുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തികച്ചും അഭൗമികമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഭൗതികമായ ചില സാഹചര്യങ്ങളിൽ എനിക്കുണ്ടാകുന്ന വെറും സ്വസ്ഥതയല്ല ക്രിസ്തു ആഗ്രഹിച്ചത്. ഇപ്പോൾ രോഗിയായിരിക്കുന്ന നീ കുറച്ചു കാലം രോഗമില്ലാതെ ജീവിച്ചോന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയുള്ള നീ കുറച്ചു കാലം സാമ്പത്തിക പ്രശ്നമൊന്നും ഇല്ലാതെ ജീവിച്ചോന്നല്ല ക്രിസ്തു ആഗ്രഹിച്ചത്. എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ അടയാളം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഭൗതികമായ അല്പനേരത്തെ സ്വസ്ഥതയല്ല ക്രിസ്തു ആഗ്രഹിച്ചത്. അതിന് അഭൗമികമായ ചില പദ്ധതികളുണ്ട്. അത് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വർഗീയമായ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കണ്ടെത്താൻ കഴിഞ്ഞാലാണ് നമുക്കിതിനെയൊക്കെ യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം വെറും കഥ പോലെ നമുക്ക് തോന്നും. സഹോദരങ്ങളെ, പലപ്പോഴും ഇന്ന് ക്രിസ്തു പ്രവർത്തിച്ച സംഭവങ്ങളെ കഥ പോലെ വായിച്ചു പോകുന്ന എത്ര പേരാണുള്ളത്? നമുക്കറിയാം, ക്രിസ്തീയ കോളത്തിൽ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ക്രിസ്തു അങ്ങനെ പ്രവർത്തിച്ചു, ഇങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതിനെ ഒരു കഥ പോലെ ഉൾക്കൊണ്ടു പോകുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ അഭൗമികമായ ചില ദൈവിക പദ്ധതികളുണ്ട്. ഇത് തിരിച്ചറിയാൻ കഴിയണം. ശരീരത്തിൽ ശ്വാസമില്ലാത്ത ക്രിസ്തു തൻ്റെ ശരീരത്തെ ഉയർപ്പിക്കുന്ന ആ ഒരു തലം, അല്ലെങ്കിൽ ആ ഉയർപ്പെന്ന് പറയുന്ന അത്ഭുതം നടക്കുന്ന ഒരു തലം, ഇത് കഥയായി മാത്രം വിശ്വസിക്കാനാണ് അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ള സന്ദേശമാണ്. അടുത്തതായിട്ട് പത്രോസ് അവിടെ ഓടിച്ചെല്ലുന്ന സംഭവം കാണുന്നുണ്ട്. അവിടെ 12-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു, സംഭവിച്ചത് എന്ത് എന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. പത്രോസ് ഓടിച്ചെന്ന് കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു, സംഭവിച്ചത് എന്ത് എന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ പത്രോസിന്റെ മനസ്സേറെ അസ്വസ്ഥതമാണ്. പത്രോസ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തുണി കണ്ടു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇങ്ങനെയാണ്. തുണി കണ്ടാൽ തൃപ്തി അടയുന്നവരാണ് നമ്മളൊക്കെ. തുണി മാത്രം കണ്ടാൽ മതി, നമുക്ക് തൃപ്തിയാണ്. പക്ഷേ അതിൻ്റെ അകത്തെ ആ തുണിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാൻ പത്രോസ് അവിടെ കാത്തിരിക്കുന്നതായി കാണുന്നില്ല. തുണി കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോരുന്ന പത്രോസിനെയാണ് കാണാൻ സാധിക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ബാഹ്യമായ ചില കാര്യങ്ങളല്ല, തുണിയല്ല, ക്രിസ്തുവിനെ പുതപ്പിച്ചിരുന്ന വസ്ത്രമല്ല നീ കാണേണ്ടത്. ആ വസ്ത്രം കാണണ്ടെന്നല്ല, മറിച്ച് അത് ഒരടയാളമായി തമ്പുരാൻ നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ക്രിസ്തു എവിടെയെന്ന് അന്വേഷിക്കാനുള്ള ഒരു കടപ്പാട് നിനക്കുണ്ട്. തുണി കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നിട്ട് കാര്യമൊന്നുമില്ല. ആ വസ്ത്രത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തു എവിടെയെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ അനേകം തീർത്ഥയാത്രകളും അനേകം പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലേക്കുള്ള കബറുകളിലേക്കുള്ള യാത്രകളും പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരി നടക്കാറുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മനോഭാവം എന്താണ്? നമ്മൾ അവിടെ ചെന്ന് ആ പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ യാചിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ഉള്ളിൽ ജീവിച്ചിരുന്ന, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നമ്മളൊക്കെ തുണി കണ്ടുപോരുന്നവരാണ്. നമ്മളൊക്കെ കവറുകൾ കണ്ടു മാത്രം പോരുന്നവരാണ്. ഞാൻ ഇതിനെ ഒന്നും വിമർശിച്ച് സംസാരിക്കുകയല്ല, മറിച്ച് ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പിതാക്കന്മാരുടെ കവറിങ്കിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നാം കടന്നു ചെല്ലുമ്പോൾ
അവിടെ കവർ കണ്ടുപോരാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുക. ആ കവറിനുള്ളിലുള്ള പിതാക്കന്മാർ അവരുടെ ഉള്ളിൽ വസിച്ച ഒരു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉണ്ട്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സാക്ഷിച്ചത് കൊണ്ടാണ് അവർ വിശുദ്ധരായി രൂപാന്തരപ്പെട്ടത്. ആ ക്രിസ്തുവിനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയണം. അല്ലാതെ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങി പോന്നിട്ട് കാര്യമില്ല. തുണി കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങി പോന്നിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ, പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിലും പരിശുദ്ധ മാതാവിന്റെ ഫോട്ടോകളിൽ നിന്നെല്ലാം കണ്ണുനീരുകൾ ഒഴുകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇന്ന് കേരളത്തിന് വെളിയിലും നടക്കുന്നുണ്ട്. അതേ കൂദാശയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അനേകർ ഇത് കാണാൻ ഓടിക്കൊണ്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അതെല്ലാം കണ്ട് നമ്മൾ മടങ്ങിപ്പോരുന്നു. കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോരുന്നു. തുണി കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങുന്നു. ഫോട്ടോ കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങുന്നു. കണ്ണുനീര് കണ്ട് ആശ്ചര്യപ്പെട്ട് കടന്നു പോരുന്നു. എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് കടന്നു പോരുന്നു. പക്ഷേ അത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു എന്തെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള സന്ദേശം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഓരോ അടയാളങ്ങളിലൂടെയും ദൈവം നമ്മുടെ സമൂഹത്തിൽ പകരുന്ന ചില സന്ദേശങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ്, ആ സന്ദേശങ്ങളിലാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വസിക്കുക. സാഹചര്യങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്. മറിച്ച് നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ, അതിൻ്റെ ഉള്ളിലെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയും ആ ക്രിസ്തു നൽകുന്ന സന്ദേശത്തെയും കണ്ടേ മടങ്ങിപ്പോരാവൂ എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഉയർപ്പിന്റെ ഈ നാളുകളിൽ പുതിയ ജീവന്റെ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. ദൈവിക സന്ദേശങ്ങൾ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ, എല്ലാം അറ്റുപോയ അവസ്ഥയിലും പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള സന്ദേശമാണ്. കഥ പോലെ തോന്നരുത്. യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അഭൗമികമായ ദൈവിക പ്രവർത്തനത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ള സന്ദേശമാണ്. മൂന്നാമതായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്, ബാഹ്യമായ ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളുടെ ബാഹ്യമായ അർത്ഥങ്ങൾ കണ്ട് മടങ്ങിപ്പോരാനല്ല, മറിച്ച് അതിൽ ആന്തരികമായി ഒളിഞ്ഞുകിടക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയും ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന സന്ദേശത്തെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയണമെന്നുള്ള സന്ദേശമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ബോധ്യങ്ങൾ നമ്മെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കേൾപ്പിച്ച ബോധ്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉയർപ്പിന്റെ ഈ അത്ഭുതകരമായ നാളുകളിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നല്ലോ. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നല്ലോ കർത്താവേ. യഥാർത്ഥത്തിൽ ഉയർപ്പിന്റെ ആഴമുള്ള സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം പരിവർത്തനത്തിന് വിധേയമായി മാറുവാൻ തക്കോണം ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവ് വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.